നമസ്കാരം. മമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് അപ്പവും ദോശയൊക്കെ ചുടുന്നത് പോലെ ചുട്ടിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്നൊന്ന് കണ്ടാലോ? കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പാത്രങ്ങളെല്ലാം നന്നായിട്ട് കഴുകി തുടച്ചതായിരിക്കണേ. ഒട്ടും വെള്ളമയം ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ആദ്യം നമ്മുടെ കേക്കിൻ്റെ മാവൊന്ന് അരിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രവും അതിന് മീതെ അരിപ്പയും വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ഇടാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടുവാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും കൂടി ഇടാം. 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് പൗഡർ ഇടാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 3 തവണ അരിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന് നല്ല മയമുണ്ടാവും. ഇതിപ്പോൾ 3 തവണ അരിച്ചെടുത്ത മാവാണ്. നമുക്കിത് മാറ്റി വെക്കാം. ഒരു മിക്സിയുടെ ബൗളിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇടാം. 2 മുട്ട ഒഴിക്കാം. 1/4 കപ്പ് ഓയിലും കൂടി ഒഴിക്കാം. ഇത് റൈസ്-ബ്രാനോയിലാണ്. എന്നിട്ടിത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. 1-1.5 മിനിറ്റ് കൊണ്ട് ഞാനിത് അടിച്ചെടുത്തതാണിത്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് ഒഴിക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1/2 കപ്പ് പാലൂടാണ് ഒഴിക്കേണ്ടത്. ഇത് 2ആയിട്ട് ഒഴിച്ചാൽ മതിയാവും. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്തിട്ട് ഇളക്കാം. പൊടി 2-3 തവണയായിട്ടിട്ടാണ് ഇളക്കിയെടുക്കേണ്ടത്. നമുക്കിപ്പോൾ ഇത് 2ആയിട്ട് ഇളക്കിയെടുക്കാം. ബാക്കി പൊടിയും കൂടി ഇടാം. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇനി ബാക്കി പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മാവ് ഈക്വലായിട്ട് 4 ബൗളുകളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിനകത്തേക്ക് ഓയിൽ തേക്കാം. നമുക്കല്പം വിനീഗറിൻ്റെ ആവശ്യമുണ്ട്. നമുക്കൊരു 1/2 ടീസ്പൂൺ വിനീഗർ വെച്ചിട്ട് ഓരോ ബൗളിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാവ് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വിനീഗർ ഒഴിച്ച് കഴിയുമ്പം കുറച്ചും കൂടെ സോഫ്റ്റ് ആവും നമ്മളുടെ കേക്ക്. നേരത്തെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗുണം കിട്ടില്ല. അതുകൊണ്ടാണ് അത് അന്നേരം ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് പാൻ പതുക്കി ഒന്ന് അനക്കി കൊടുക്കണം, ഒരേപോലെ സ്പ്രെഡായി വരാൻ. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ഇതിലെല്ലാം ഇങ്ങനെ കുമിളകൾ പോലെ വരികയും ആ കുമിളകൾ പൊട്ടി ഒരു കുഴി പോലെ ആകുകയും ചെയ്യുന്ന സമയത്ത് നമുക്കിത് മറിച്ചിടാം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ ഒന്ന് പൊക്കി നോക്കിയാൽ മതിയാകും. അതിൻ്റെ അടിവശം ഒന്ന് നോക്കിയിട്ട് മറിച്ചിടാം. ഇപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ചിടാം. ഇത് വളരെ സോഫ്റ്റാണ്, പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ശ്രദ്ധിച്ച് വേണം മറിച്ചിടാൻ. ഒരു പരന്ന ദോശയുടെ തവയാണെങ്കിൽ ഇച്ചിരി കൂടെ എളുപ്പമുണ്ടാകും കേട്ടോ മറിച്ചിടാനൊക്കെ. ഇതിപ്പോൾ അടച്ചു വെച്ച ശേഷം ഒരു 1.5 മിനിറ്റ് കഴിഞ്ഞു. ഈ സൈഡും ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചുട്ടെടുക്കാം. ഇതിപ്പോൾ കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസിയാണ് ഇതുണ്ടാക്കാൻ. ഇതുപോലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റാണ്. ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഇനി ഈ കേക്കെല്ലാം ഒരേ വട്ടത്തിലാക്കി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം വെച്ചിട്ട് ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ ഒരു ബൗളോ, ഇതിപ്പോൾ ഒരു പാത്രത്തിൻ്റെ അടപ്പാണ്, ഇതിങ്ങനെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ കട്ട് ചെയ്തതിൻ്റെ ബാക്കി കളയണ്ട കേട്ടോ. ഇത് കഴിക്കാൻ നല്ലതാണ്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണിത്. ഇനി നമുക്ക് ക്രീം അടിച്ചെടുക്കാം. ഇത് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. ഇത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തതാണ്. ഇനി നമുക്കൊരു പ്ലേറ്റിൽ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് നമ്മുടെ ക്രീം ഒഴിച്ച ബൗള് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. എന്നിട്ടൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. 2-3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കണേ. ഇതിപ്പോൾ ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് അടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ കട്ടയായിട്ട് കിട്ടും. എന്നിട്ട് അത് സ്പൂണിൽ തോണ്ടിച്ച്
നമ്മളൊന്ന് കമത്തി പിടിക്കുമ്പോൾ താഴെ പോവില്ല. അതാണ് അതിൻ്റെ ഒരു പാകം. അതുവരെ ഒന്ന് അടിച്ചെടുക്കണേ. ഇനി അര ഗ്ലാസ് ചൂടാറിയ പാലിലേക്ക് 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പൊടിച്ച പഞ്ചസാര ആയിരിക്കും കേട്ടോ ഒന്നുകൂടെ നല്ലത്. ഇനിയിപ്പോൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേൺ ടേബിളിന് പകരം നമുക്കൊരു സ്റ്റീൽ പ്ലേറ്റ് കമഴ്ത്തി വെക്കാം. അതിന് മീതെ കേക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രം വെക്കാം. ഇനി ഈ പാത്രത്തിന് നടുക്ക് അല്പം ക്രീം തേച്ച് കൊടുക്കാം. അത് കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതിന് മീതെ കേക്ക് വെച്ചിട്ട് ഇതിന് ചുറ്റോടിയിട്ടും ടിഷ്യൂ പേപ്പർ വെക്കുകയാണ്. അത് ക്രീം പാത്രത്തിലൊക്കെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പാല് തേച്ച് കൊടുക്കാം. പാലിന് പകരം നമുക്ക് പഞ്ചസാര സിറപ്പായാലും മതി. അത് അര ഗ്ലാസ് പാലിൽ അര കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് തണുപ്പിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. ക്രീം ഒരേ ലെവലിൽ തേച്ച് കൊടുക്കണേ. ചോക്ലേറ്റ് പൗഡർ അല്പം ഇട്ട് കഴിഞ്ഞാൽ ക്രീമിൻ്റെ കളറൊക്കെ മാറി ഇരിക്കും കേട്ടോ. ഇനി ഇതിന് മീതെ നമുക്ക് കേക്ക് വെക്കാം. വീണ്ടും നമുക്ക് പാല് തേക്കാം. എന്നിട്ട് ക്രീം തേക്കാം. അങ്ങനെ നമുക്കിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഈ കേക്കിന് ചുറ്റോട് ചുറ്റും ഞാൻ ക്രീം തേക്കുന്നുണ്ട്. ഇനി ചുറ്റോട് ചുറ്റും ക്രീമൊക്കെ തേച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ചെറി ഇഷ്ടമാണല്ലോ, അപ്പം ചെറി കൊണ്ട് ഒന്ന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു 3-4 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. നാല് മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്നെടുത്ത കേക്കാണിത്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ കേക്കിന്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനും. എല്ലാവരും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.